ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ശക്തമായി എതിർക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള തങ്ങളുടെ മുൻ നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും അടിയന്തരമായി തിരുത്തണമെന്നും അദ്ദേഹം ഏഷ്യൻ ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി. വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സംഘടന ഉറച്ചു നിൽക്കുമെന്നും ഈ വിഷയത്തെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായോ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളുമായോ കൂട്ടിക്കുഴയ്ക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ നിലവിലെ ആചാരങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ സുകുമാരൻ നായർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ വ്യക്തമായ ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എങ്കിലും നിലവിലുള്ള രീതികൾ തുടരുന്ന സാഹചര്യത്തിൽ സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് നീതിപൂർവമായ നിലപാട് ഉണ്ടാകുമെന്നാണ് NSS കരുതുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും ഇടപെടാൻ സാധിക്കുമെങ്കിലും അവരുടെ നിലപാട് എന്തായിരിക്കുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. പുരോഗമന ചിന്ത എന്നത് വിശ്വാസത്തെ തകർക്കുന്നതാകരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പുതിയ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. കോവിഡ് പ്രതിസന്ധി കാരണമാണ് നേരത്തെ വാദം കേൾക്കുന്നത് തടസ്സപ്പെട്ടതെന്ന് കോടതി വിശദീകരിച്ചു. വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സമാനമായ വിഷയങ്ങൾ ഒന്നിച്ച് പരിഹരിക്കാൻ അഭിഭാഷകർ ആവശ്യപ്പെട്ടെങ്കിലും പഴയ ബെഞ്ചിൽ ഇപ്പോൾ കോടതിയിലുള്ളത് താൻ മാത്രമാണെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേസിലെ എല്ലാ കക്ഷികളും തങ്ങളുടെ നിലപാട് മാർച്ച് 14 മുമ്പായി രേഖാമൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ ഏപ്രിൽ 7 മുതൽ 9-അംഗ ബെഞ്ച് കേസിൽ വിശദമായ വാദം കേൾക്കൽ ആരംഭിക്കും. നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള 7 ചോദ്യങ്ങൾക്ക് പുറമെ ഓരോ കേസിലും അനുസൃതമായ കൂടുതൽ ചോദ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. കൂടാതെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട പലരെയും കുറ്റവിമുക്തരാക്കുന്ന നടപടികൾ നല്ലതാണെന്നും സുകുമാരൻ നായർ ഇതോടൊപ്പം സൂചിപ്പിച്ചു.